അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം PV അൻവറിനെതിരെ പറഞ്ഞ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, അനധികൃതമായ ചില സഹായങ്ങൾ ഒരുപക്ഷെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പി ശശി അതിനോട് വിമുഖത കാണിച്ചപ്പോൾ ചിലത് വിളിച്ചു പറയുന്നു എന്നുള്ളതായിരിക്കാം എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായൊക്കെയായി ബന്ധപ്പെട്ട് പോലീസ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. പോലീസിന്റെ ആത്മവീര്യം തകർക്കുക എന്നുള്ളത് ഒരു ലോബിയുടെ താല്പര്യമാണ്. അതിന്റെ ഭാഗമായി വരുന്ന ആരോപണങ്ങളായിരിക്കാം. ഇത്തരം ആരോപണങ്ങളുടെയൊക്കെ മറുപുറത്ത് നിൽക്കുന്നത് ഒരു ഭരണകക്ഷി MLA ആണ്. അതായത് സംസ്ഥാന സർക്കാരിനെ അതിനെ നയിക്കുന്ന മുന്നണിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുപ്പ് ജയിച്ച് അവരുടെ രാഷ്ട്രീയ പിന്തുണ ആർജിച്ച ഒരു ഭരണകക്ഷി MLA എന്തെന്തൊക്കെ ലോബിയിങ്ങിന്റെ ഭാഗമാണെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്. ഇവിടെ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പേ ഈ CPM-ന്റെ പ്രതിനിധിയെ ഒരു ദിവസം ചർച്ചയിൽ കണ്ടില്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിക്കും ലീഗ് പ്രതിനിധിക്കും അത്താഴം കഴിക്കാൻ പറ്റില്ലെന്നും രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞങ്ങൾ ഏത് വിഷയത്തിൽ പ്രതികരിക്കണം, എന്ത് ചർച്ചയ്ക്ക് പോകണമെന്ന് CPM തീരുമാനിക്കണം, അല്ലാതെ കോൺഗ്രസും ലീഗുമല്ല. ഇപ്പോൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നു, അതിലൊക്കെ ഏറ്റവും ശക്തമായി തന്നെ CPM-ന്റെ പ്രതിനിധി ശക്തമായിട്ട് അഭിപ്രായം പറയേണ്ട വിഷയത്തിലുണ്ട് എന്നാണ് നിങ്ങളുടെ ശ്രദ്ധയിലുള്ളത്. പിന്നെ ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ശ്രീ PV അൻവർ ഉന്നയിച്ച പരാതിയുടെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. കാരണം ആ പരാതി അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണ്. ആ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് വരാതെ മുഖ്യമന്ത്രിക്ക് അതിൽ കാര്യം പറയാൻ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ DGP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടായാൽ, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്താൽ അതിശക്തമായിട്ട് നടപടിയെടുക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രി രണ്ടാമത് ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു, അതുപോലെ തന്നെ പാർട്ടിക്ക് പരാതി നൽകുന്നു. ആ പരാതി പരിശോധനയിലും പരിഗണനയിലും ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പത്രസമ്മേളനം നടത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ഭരണപക്ഷ MLA-ക്ക് യോജിച്ചതല്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം പത്രസമ്മേളനം നടത്തി, രണ്ടാമത് പത്രസമ്മേളനം നടത്തി. ആ സമയത്തെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു. പറയാനുള്ളത് മുഖ്യമന്ത്രിയോട് പറയാമല്ലോ, ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവരാം, പാർട്ടിക്ക് കൊടുക്കാം. അപ്പൊ അത്തരത്തിലുള്ള വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. പാർലമെന്ററി പാർട്ടിയിൽ അംഗമാണ്, പാർലമെന്ററി പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, അതിന്റെ സെക്രട്ടറിക്ക് കൺവീനർക്ക് പരാതി കൊടുക്കുക, അത്തരം വിഷയങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ ഉന്നയിച്ച വിഷയങ്ങളിൽ മെറിറ്റില്ല എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞേ. ആ മെറിറ്റ് കൃത്യമായി പരിശോധിക്കും, ഓരോ ആരോപണവും പരിശോധിക്കും. അത് പോലീസിനെതിരായിട്ടുള്ളതോ സർക്കാർ ഏതെങ്കിലും ഗവൺമെന്റ് ജീവനക്കാർക്കെതിരായിട്ടുള്ളോ ഏതെങ്കിലും ഓഫീസിനെതിരായിട്ടുള്ളോ എല്ലാം പരിശോധിക്കും. അത് സമയബന്ധിതമായിട്ട് തന്നെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. പക്ഷേ ഭരണപക്ഷ MLA കൃത്യമായി മറ്റു സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂചിപ്പിച്ചത്. രണ്ടാമത് എന്നോട് ചോദിച്ച ചോദ്യം, പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ കള്ളം കാണിക്കുന്നവരും തെറ്റ് കാണിക്കുന്നവരും ഉണ്ടാകാം, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ പോലീസ് സേനയെ അടക്കം ആക്ഷേപിക്കുന്നത് ശരിയായ രീതിയിലല്ല. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഏറ്റവും നന്നായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്ന സൈബർ പോലീസിനുള്ള ഈ രാജ്യത്തെ 1ാം സ്ഥാനം അവാർഡ് ഈ കേരള പോലീസിനാണ് കിട്ടിയത്. ഒരാഴ്ചക്കുള്ളിൽ 3 അവാർഡ് കിട്ടി. അതൊന്നും കോൺഗ്രസ് പ്രതിനിധിയോ ലീഗ് പ്രതിനിധിയോ BJP പ്രതിനിധിയോ ഒന്നും അറിയില്ല. അറിഞ്ഞാൽ തന്നെ അവർ പറയില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്തെത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള സൈബർ ക്രൈമിനെ നിയന്ത്രിക്കുന്ന 1ാമത്തെ സംസ്ഥാനമായി മാറി. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ, ഏറ്റവും നല്ല ഭക്ഷ്യ വിതരണത്തിന്റെ കാര്യത്തിൽ ഇന്നലെ ഈ കേരളം 1ാം സ്ഥാനത്തെത്തി. തുടർച്ചയായിട്ട് 2ാം തവണയാണ്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിൽ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലെ. ക്രമസമാധാന പരിപാലനത്തിൽ നമ്മൾ 1ാമതാണ്. പക്ഷേ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറ്റകൃത്യം ചെയ്താൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണ്ടേ? 115ഓളം പോലീസുകാരെയാണ് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ പുറത്താക്കിയത്. നടപടിയെടുത്ത് സർവീസിൽ നിന്ന് തന്നെ അവസാനിപ്പിച്ച എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള ആരോപണത്തെ മൊത്തത്തിലുള്ള പോലീസ് സേനയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലേക്ക് മാറാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത് സുജിത് ദാസ് PV അൻവറുമായി നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണം, അത് പുറത്തു വിട്ടുകൊണ്ട് ഇന്നതാ ഇപ്പോൾ PV അൻവർ ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മോശം എന്ന വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്, ഞാൻ ഉപയോഗിക്കുന്നത് മോശം എന്നാണ്, ഏറ്റവും മോശം കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടെലിഫോൺ സംഭാഷണം പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് ആ ടെലിഫോൺ സംഭാഷണം പുറത്തുവിടുന്നു. സുജിത് ദാസിനെതിരെ സ്വീകരിച്ച ഡിസിപ്ലിനറി ആക്ഷനിൽ ആ ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഉത്തരവ് വായിച്ചതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് മുഴുവൻ പോലീസ് ഫോഴ്സിനെയും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഇൻഡക്റ്റഡ് ആയിരിക്കും എന്നതടക്കം, ജീവിതകാലം മുഴുവൻ ഇൻഡക്റ്റഡ് ആയിരിക്കും എന്നതടക്കം പറഞ്ഞുകൊണ്ട് മുഴുവൻ പോലീസിനും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു, അത് പ്രചരിച്ചു, അതുകൊണ്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഇത് നോക്കൂ, PV അൻവർ MLA
അദ്ദേഹത്തിനോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയാണ്, ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പാടുള്ള ഒരാളായിരിക്കുമെന്ന്. ഇന്ന് പി വി അൻവർ പറഞ്ഞതുപോലെ അതിന്റെ പ്രിവിലേജ് എടുത്ത് ജീവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നെങ്കിൽ എങ്ങനെ പുറത്തു വരും? സുജിദാസിന് ഒരു പി വി അൻവർ ഇന്നെങ്കിൽ നാളെ മറ്റൊരാളോട് ഇതേ കടപ്പാട് പ്രഖ്യാപിക്കാം. കടപ്പാട് പ്രഖ്യാപിക്കുന്നത് എന്തിനാണ്? വരും കാലത്ത് എന്തുണ്ടായാലും ഞാൻ നോക്കിക്കൊള്ളാം, അനധികൃതമായി കൂടെ നിൽക്കാം എന്ന ഒരു വാക്കാണല്ലോ അത്. അല്ലാതെ ഞാൻ സർവീസിലുള്ള കാലം മുഴുവൻ നല്ല ശക്തിയിൽ സല്യൂട്ട് ചെയ്തേക്കാം എന്നല്ല. അപ്പോ പി വി അൻവർ ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ അറിയുമായിരുന്നു? അപ്പോൾ അതൊരു കുറ്റകൃത്യം പുറത്തുവിടലാണ്. കുറ്റകൃത്യം പുറത്തുവിട്ട ഒരാളെയാണ് ഇന്ന് മുഖ്യമന്ത്രി അതിന്റെ പേരിൽ കുറ്റം പറഞ്ഞത്, തെറ്റു പറഞ്ഞത്. അത് ശരിയായ ഒരു പ്രവണതയാണോ? അത് ആ രീതിയിലല്ല കാണേണ്ടത്. ഇപ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള പരാതി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ വരും. ചിലവർക്ക് എൻക്വയറിയുടെ ഭാഗമായി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം സസ്പെൻഷൻ വരും. ചിലപ്പോൾ അവസാനം ഡിസ്മിസൽ വരും. അത്തരത്തിലാണ് ഇപ്പോൾ സുജിത് ദാസിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കൃത്യമായി കഴമ്പുണ്ട് എന്ന് ഈ ശരിക്കുമുള്ള ഫോൺ സന്ദേശത്തിന്റെ ഭാഗമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ വിജിലൻസ് എൻക്വയറി മറ്റു കാര്യങ്ങൾ നടക്കുന്നു. അത് നിൽക്കട്ടെ. ഇവിടെ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഇതിലെ നെല്ലും പതിരും തിരിച്ച് ഇന്നന്ന കാര്യങ്ങൾ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, ഇന്നന്ന കാര്യങ്ങൾ പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആക്ഷേപകരമാണ്, അതുപോലെ ഇന്നന്ന കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ആരെയെങ്കിലും സംരക്ഷിക്കാനോ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നവന് കവചം തീർക്കുവാനോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 5-8 കൊല്ലമായി നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നല്ലോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയി. ആ കേസ് തള്ളി പ്രതിപക്ഷ നേതാവിനോട് ഇനി മേലാൽ ആ വഴിക്ക് വരരുതെന്ന് പറഞ്ഞു. AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അഴിമതിയാണെന്ന് പറഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ ജലമെട്രോ, K-ഫോൺ, AI ക്യാമറ, ഈ 3 കാര്യം ഈ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കോൺഗ്രസ് പോയി. പ്രതിപക്ഷ നേതാവ് പോയാൽ കോൺഗ്രസ് പോയതിന് തുല്യമാണ്. എന്തെങ്കിലും മെറിറ്റ് ഉണ്ടായോ? ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറെ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാം. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, ഇപ്പോ കെ മുരളീധരൻ നിങ്ങളുടെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് കോൺഗ്രസ് പോയാൽ 3ാം പിണറായി സർക്കാരും അതുപോലെ തന്നെ 4ാം LDF സർക്കാരും ഒക്കെ കാണേണ്ടി വരും, ആജീവനാന്ത പ്രതിപക്ഷമായി കേരളത്തിൽ ഇരിക്കേണ്ടി വരുമെന്ന് 2 ദിവസം മുമ്പ് കെ മുരളീധരൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം വന്ന് ഈ പുകയടിക്കാം, നുണയടിക്കാം എന്നല്ലാതെ ഒന്നിനും മെറിട്ടില്ല.